ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് റഷ്യയിൽ നിന്നും Su-57 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഒരു പ്രപ്പോസൽ ഇന്ത്യക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തീരുമാനവും ഇതുവരെ ഇന്ത്യ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ പോസിറ്റീവ് സൈൻ തന്നെയാണ് പണ്ട് തൊട്ടേ ഇന്ത്യ റഷ്യക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം. അപ്പോൾ അതിലിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് 2 സ്ക്വാഡ്രൺ Su-57 എന്ന് പറഞ്ഞ ആ ഫൈറ്റർ ജെറ്റ് ഇന്ത്യ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 2 സ്ക്വാഡ്രൺ. അത് കഴിഞ്ഞാൽ 3 to 5 സ്ക്വാഡ്രൺ അടുത്തടുത്ത വർഷങ്ങളിലായിട്ട് ഇന്ത്യക്കുള്ളിൽ HAL എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ഇൻഡിജീനിയസ് ആയിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ, ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കാനുള്ള ആ ഒരു കരാറാണ് നോക്കുന്നത്. അതായത് 2 സ്ക്വാഡ്രൺ പർച്ചേസ് ചെയ്യുക, അതിനോടൊപ്പം 3 to 5 അഡീഷണൽ സ്ക്വാഡ്രൺ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുക. ഈ രീതിയിലാണ് ഇപ്പൊ നിലവിൽ ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇതാണ് നിലവിൽ റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ച പ്രപ്പോസലിൽ ഇന്ത്യ ഇപ്പൊ എടുത്തിരിക്കുന്ന നിലവിലുള്ള തീരുമാനം. പിന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നത് പെൻഡിങ് ആയിട്ടുള്ള S-400 2026 തന്നെ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യ അഗ്രി ടു ഡെലിവേർഡ് S-400 റിമൈനിങ് ആയിട്ടുള്ള 2 ബാറ്ററീസ് നമുക്ക് കിട്ടാനുണ്ട്. അത് 2026 തന്നെ ഡെലിവറി ചെയ്യുമെന്ന് റഷ്യ കൺഫേം ചെയ്തിട്ടുണ്ട്. തേജാസ് Mk-1A GE എഞ്ചിൻ ഘടിപ്പിച്ച ഈ ഒരു തേജാസ് എയർക്രാഫ്റ്റ് പരീക്ഷണ പറക്കൽ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. GEF-404 എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 99 എഞ്ചിൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിലിപ്പോൾ നമുക്ക് 2 കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് വരാനുണ്ട്. എല്ലാ മാസവും 2 വെച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ആർ വെയിറ്റിംഗ് ആൻഡ് പ്രോസസ് അക്കോർഡിംഗ്ലി. ഇന്ത്യൻ ആർമിയുടെ ഫയർ പവർ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കുറച്ച് അഡീഷണൽ പർച്ചേസ്, അപ്പോൾ ആ പർച്ചേസിൽ പ്രധാനമായിട്ട് വെഹിക്കിൾ മൗണ്ടഡ് ഇൻഫാൻട്രി മോർട്ടാർ സിസ്റ്റം ഫ്ലീറ്റ്, ഇത് ഏതാണ്ട് 3000 എണ്ണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവ് ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഫാസ്റ്റ് ട്രാക്ക് അക്വിസിഷൻ പ്രോസസ് ആയിട്ടാണ് നടത്തുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ, ക്വിക്കായിട്ട് തന്നെ നമ്മളിത് പർച്ചേസ് ചെയ്യാനാണ്. ഇന്ത്യയുടെ എയർ സ്പേസ് പാകിസ്ഥാന് ഒക്ടോബർ 24 വരെ തുറന്നു കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പാകിസ്ഥാന് ഇന്ത്യൻ എയർ സ്പേസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, അവർക്ക് ചൈനയ്ക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ എയർ സ്പേസിലൂടെയാണ് വളരെ പെട്ടെന്ന് അവർക്ക് എത്താൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ അവർ നിലവിൽ ശരിക്കും വലിയൊരു റൗണ്ട് അടിച്ച് വേണം ചൈനയ്ക്ക് പോകാൻ. SCO സബ്മിറ്റിനൊക്കെ ഷഹബാസ് ഷെരീഫ് എത്തിയത് അതേപോലെ വളഞ്ഞ വഴി കൂടെയാണ്. അപ്പൊ ആ ഒരു എയർ സ്പേസ് ക്ലോസ് ചെയ്യുന്നത് ഒക്ടോബർ 24 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെ തന്നെ പാകിസ്ഥാനും അവരുടെ എയർ സ്പേസ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തിറക്കും. അവർ കഴിഞ്ഞ മാസം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒക്ടോബർ വരെയാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവര് അതൊരു നവംബർ അല്ലെങ്കിൽ ഒരു ഡിസംബർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അടുത്ത പ്രസ്താവന ഉടനെ തന്നെ പുറത്തിറക്കും. അതുപോലെ നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് മൊറോക്കോയിൽ ടാറ്റയുടെ തന്നെ ഒരു ഡിഫൻസ് ഫെസിലിറ്റി ഇനോഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതോടൊപ്പം മൊറോക്കോയുമായിട്ടുള്ള ഡിഫൻസ് ബന്ധം വളരെയധികം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ബൂസ്റ്റിംഗ് സ്ട്രാറ്റജിക് ഡിഫൻസ് കോപ്പറേഷൻ വിത്ത് മൊറോക്കോ. ചൈനയുടെ J-35 അമേരിക്കയുടെ F-35 മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതൊക്കെ ടെക്നോളജിയാണ് ചൈനയുടെ J-35 US-ന്റെ F-35 മികച്ചതായിട്ട് പറയപ്പെടുന്നത്. അതായത് 3 ഫൈറ്റർ ജെറ്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചൈനീസ് ലിബറേഷൻ ആർമി നേവൽ സെക്ടർ നടത്തിയത്. അത് നടത്തി വിജയകരമായിട്ട് പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് കാറ്റപ്പൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ്, ഈ ഒരു വിഷയമാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഈ ഒരു ഫെസിലിറ്റി F-35 അത്ര പോരാ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ഫെസിലിറ്റി വളരെ മികച്ച നിലയിൽ തന്നെ ചൈന J-35 ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ട് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ട്, ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ടെക്നോളജിക്കലി ഇതിൽ ഗ്രാഹ്യമുള്ള ആൾക്കാർ ഇത് എന്താണ് ഈ ഒരു ഫെസിലിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന J-15T എന്നുള്ള ഫൈറ്റർ ജെറ്റിന്റെ ആ ഒരു ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് J-35 എന്നുള്ള ഈ ഒരു 6th ജെൻ അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റിലേക്ക്, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിലേക്ക് ചൈന അവരുടെ ഒരു പ്രൊഡക്ഷൻ എഫിഷ്യൻസി തെളിയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഇന്ത്യൻ നേവി ചീഫ് അഡ്മിറൽ ദിനേശ് ടി ത്രിപാഠിയും അതേപോലെ തന്നെ ശ്രീലങ്കൻ ഡിഫൻസ് ഓഫീസറുമായിട്ട്, അതായത് ഈ ത്രിപാഠി 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ശ്രീലങ്കൻ ഡിഫൻസ് ഓഫീസറുമായിട്ട് ബൈലേറ്ററൽ ഡിഫൻസ് കോപ്പറേഷന് വേണ്ടിയിട്ട് ചർച്ച നടത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്രീലങ്കയുമായിട്ട് ഒരു ബൈലേറ്ററൽ ഡിഫൻസ് കോപ്പറേഷൻ വളരെ വളരെ അനിവാര്യമാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട വിഷയം, ഈ തമിഴ്നാട്ടില് രാമേശ്വരം ആ ഭാഗത്ത് ആ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം ഈ കച്ചത്തീവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ശ്രീലങ്കയുടെ കയ്യിലുള്ള ഒരു അവസ്ഥയിൽ
ശരിക്കും അവരതൊരു ബോർഡർ ലൈനായിട്ട് എടുത്തുകൊണ്ട് എപ്പോഴും ഇന്ത്യയിലുള്ള ഈ മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഇന്ത്യയുമായിട്ട് എപ്പോഴും ബാർഗൈനിങ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ പൊളിറ്റിക്കൽ നേതാക്കൾ എപ്പോഴും ഈ കച്ചത്തീവ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. കാരണം അതിന് വലിയ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിനുള്ളിലേക്ക് അത് ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോയിന്റാണ്. അപ്പൊ ഇത് ഇലക്ഷനിൽ മാത്രം ഇങ്ങനെ പ്രചരണത്തിൽ ഇങ്ങനെ പറയുകയും ഇപ്പം തമിഴ്നാട്ടിന്റെ ഉള്ളിലുള്ള ലോക്കൽ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സെൻട്രലിലുള്ള പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, ആരായാലും തന്നെ പിന്നീട് അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു വിഷയമായിട്ട് അതിനെ ആക്കി തീർക്കുകയാണ്. അതാണ് ഇപ്പൊ നിലവിൽ നമുക്ക് കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ കാണാൻ കഴിയുന്നത്. IIT ബോംബെ നേതൃത്വം വഹിക്കുന്ന ഒരു ടീം, അവര് ദക്ഷ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിന്. ദക്ഷ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, അതായത് വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ടെലിസ്കോപ്പ് നിർമ്മിക്കാനാണ് ഈ ഒരു പ്രോജക്റ്റ്. അപ്പൊ ഈ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പ് അല്ല. ഈ ടെലിസ്കോപ്പ് സാറ്റലൈറ്റ് ആയിട്ട് നമുക്ക് ഓർബിറ്റിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്പേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെലിസ്കോപ്പാണ്. അപ്പൊ അത് വേൾഡിൽ തന്നെ ഒരു പവർഫുൾ ടെലിസ്കോപ്പ് നിർമ്മിക്കാനാണ് ഈ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമി ഏതാണ്ട് 3 മില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ, $3 മില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ. അതായത് ഈ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രോൺ ജാമർ, ഇതൊരു പോർട്ടബിൾ ഡിവൈസ് ആണ്. ഈ പോർട്ടബിൾ ഡിവൈസ് നിർമ്മിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ പാരാ ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഈ ഒരു പോർട്ടബിൾ ഡിവൈസ് നിർമ്മിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ആർമി അത് പരീക്ഷിച്ചിട്ട് ഇത് വിജയകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കമ്പനിക്ക് 3 മില്യന്റെ ഓർഡർ നൽകിയിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഡിവൈസ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ ആർമി പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവരുടെ ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രോഡക്റ്റ് പ്രൂവ്ഡ് ആണ് ഓൾറെഡി. അതുകൊണ്ട് തന്നെയാണ് ആ പ്രോഡക്റ്റിന് ഈ ഒരു വർത്തിലുള്ള ഓർഡർ ഈ കമ്പനി ഇപ്പൊ നേടിയെടുത്തിരിക്കുന്നത്. അമേരിക്കയിലെ സെനറ്റർ റൂബൻ ഗലീഗോ, ഈ സെനറ്റർ റൂബൻ ഗലീഗോ ഡെമോക്രറ്റ് ആണ്, റിപ്പബ്ലിക്കൻ അല്ല. ഡെമോക്രറ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഈ സെനറ്റർ വളരെ ശക്തമായിട്ട് ട്രംപിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല, ഇന്ത്യ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി നേഷനെ ട്രംപിന്റെ ഫെയിലിയർ പോളിസി നിർമ്മാണം കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ചൈനയോടും റഷ്യയോടും ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ ട്രംപിന്റെ തീരുമാനങ്ങൾ കാരണമായി തീർന്നു എന്നാണ് പുള്ളി ട്രംപിന്റെ മേളിൽ ഈ ഒരു ആരോപണം എടുത്തു വെക്കുന്നത്. ഇത് ശരിക്കും ആരോപണം മാത്രമല്ല, ഇത് റിയാലിറ്റി കൂടിയാണ്. ഈ ട്രംപിന്റെ ഫോറിൻ പോളിസി ഫെയിലിയർ ആയിട്ട് ഈ ഒരു വിഷയത്തിനെയാണ് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പുള്ളി. അതായത് ഇത്ര മനോഹരമായിട്ട് ഒരു ഫ്രണ്ട്ലി നേഷനെ ഇങ്ങനെ വേറൊരു ചേരിയിലേക്ക്, അതായത് ഓപ്പോസിറ്റ് ചേരിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന വിദഗ്ധമായിട്ടുള്ള ഫോറിൻ പോളിസി ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ടെക്നിക് ട്രംപിന് മാത്രമേ ഇത്ര വശമുള്ളൂ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. പിന്നെ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അതേപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും കൂടി യുണൈറ്റഡ് നേഷൻസിന്റെ സൈഡ് ലൈനിൽ വെച്ചിട്ട് നടത്തിയ ചർച്ചയിൽ കുറെ ഡെവലപ്മെന്റ്സ്, ഈ ഡെവലപ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ജയശങ്കർ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു വെച്ചത്. ഈ കറണ്ട് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പിന്നെ അടുത്ത വിഷയം ഈ H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പൊ ഇങ്ങനെ ഈ 2 വിഷയങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവസാനം മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചത് ഇന്ത്യ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്, അമേരിക്കയ്ക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി നേഷൻ ആണെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചത്. പക്ഷേ മാർക്കോ റൂബിയോ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസിൽ വെച്ചിട്ട് ട്രംപ് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനകത്ത് മാർക്കോ റൂബിയോ ആ ഒരു മൊമെന്റിൽ ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് ഇന്ത്യയെ കുറിച്ച് 2-3 ഡയലോഗ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പഴയതുപോലെ മെച്ചപ്പെടും എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, ട്രംപ് UN-ൽ വെച്ചിട്ട് സംസാരിച്ച സമയത്തും ഇന്ത്യക്ക് മേളിൽ താരിഫ് ഇടുന്ന സമയത്ത് യൂറോപ്പ് എത്രമാത്രം റഷ്യയുടെ ഓയിൽ ഇന്ത്യ ത്രൂ ഡൈവേർട്ട് ചെയ്ത് മേടിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് യുണൈറ്റഡ് നേഷൻസിൽ. ട്രംപ് വളരെ വിശദമായിട്ട് തന്നെ ഇന്ത്യയും ചൈനയും കൺടെംപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് UN-ൽ അഡ്രസ് ചെയ്തത്. അല്ലാതെ ഇന്ത്യയും ചൈനയും പ്രശംസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് നോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടോ ഒന്നും അല്ല UN-ൽ ഇന്ത്യയെ കുറിച്ച് രേഖപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ താരിഫ് വിഷയത്തിലായിക്കോട്ടെ, അതുപോലെ ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, അതായത് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നും പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ആ ഒരു എണ്ണം ഗണ്യമായ രീതിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം. അതായത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഗുഡ് സൈൻ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം എത്രമാത്രം ഫണ്ടാണ് നമ്മൾ ഇന്ത്യൻ പൈസ നമ്മൾ അമേരിക്കയിലോട്ട് കെട്ടിവെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ പൈസ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊന്നും ഈ ട്രേഡ് ഡെഫിസിറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലോ ഒന്നും ട്രംപ് എടുത്ത് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യൻ സ്റ്റുഡൻസ് അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ പൂട്ടാനൊന്നും പോകുന്നില്ല.
ചെറിയ തോതിൽ ചില വരുമാനക്കുറവൊക്കെ ഉണ്ടാവായിരിക്കും. അതൊക്കെ ട്രംപ് ഫെഡറൽ ഫണ്ടിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്റ്റുഡൻസുകളുടെ ഈ ഒരു കൊഴിഞ്ഞു പോക്ക്, ഈ ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാകുന്നത് തന്നെയാണ് നല്ലത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ത്യക്കുള്ളിൽ തന്നെ പഠിക്കട്ടെ, ഇന്ത്യക്കുള്ളിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങട്ടെ, IT മേഖല ഇന്ത്യക്കുള്ളിലും ഒരു ബൂമിംഗ് സെക്ടറായിട്ട് വളർന്നു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു F1 വിസയുടെ കുറവ് ഞാനൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതിനെ ഒരു നെഗറ്റീവായിട്ടുള്ള സൈനായിട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിഷയം വന്നാലും ട്രംപ് കുറച്ച് ആലോചിച്ചേ തീരുമാനിക്കുകയുള്ളൂ. ട്രംപ് ഉടനെ എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇളവും തരില്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം നിലവിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, അതിനെ ചുറ്റിപ്പറ്റി ആ ഒരു ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ ട്രംപ് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഇന്ത്യയെ കുറച്ച് ഡീഗ്രേഡ് ചെയ്യാനും കുറച്ച് താഴ്ത്തിക്കെട്ടാനും കുറച്ച് അസൂയോടെ കാണാനും അതുപോലെ തന്നെ പാകിസ്ഥാനെ കുറിച്ച് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ട്രംപ് തീരുമാനിക്കുന്ന ആ വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചൊരു വീഡിയോ രാവിലെ തന്നെ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇതേപോലെ പല ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊന്നും ഇന്ത്യക്ക് ആ ഒരു വെൽക്കമിങ് അമേരിക്കയുടെ ഭാഗത്ത് കിട്ടത്തില്ല. അതിന് ഇന്ത്യ അല്ല കാരണം, അതിന് അമേരിക്ക തന്നെയാണ് കാരണം, അവരുടെ നിലപാടാണ് കാരണം. അമേരിക്കയിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, അമേരിക്കയിൽ ഉണ്ടാകുന്ന ഡോളറിന്റെ മൂല്യ തകർച്ച, ഇന്ത്യയുടെ സൈഡിലുള്ള മൾട്ടിപോളർ ഡിപ്ലോമസി, ന്യൂ വേൾഡ് ഓർഡറിനെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ഡൊണാൾഡ് ട്രംപ്, ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണങ്ങൾ. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ നിലപാട് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇനി അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെൽഫായിട്ട്, നമ്മൾ സെൽഫ് എംപവേർഡ് ആയിട്ടും നമ്മൾ സെൽഫ് റിസലന്റ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു പാത്ത് വേയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പൊ സഞ്ചരിക്കാൻ തീരുമാനിച്ച് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.